ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലായാലും കൊടുത്തു വിടാം. അതുപോലെ സ്കൂൾ വിട്ടൊക്കെ വരുന്ന ടൈമിലായി കഴിഞ്ഞാലും നമുക്കിതേ രീതിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിന് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. നന്നായിട്ട് കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കളയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പഴം ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആ ഒരു മുട്ടയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമായി കഴിഞ്ഞാലും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്കിൽ തന്നെയാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാകുന്നത്. നന്നായിട്ട് ലൂസാകുന്നുമില്ല, അതുപോലെ തന്നെ ഒത്തിരി കട്ടിയിലും വേണ്ട. നമുക്ക് ഒഴിക്കാൻ പാകത്തിലുള്ള ആ ഒരു ലൂസ് മതിയാക്കുമേ. ഇനി ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും ക്യാരറ്റുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് അത്ര എണ്ണ മതിയാകും കേട്ടോ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തിരി ഒന്ന് വാടി വരെ വേണ്ടു. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കുന്നത്. ഇനി അതേ പാനിലേക്ക് ഇത്തിരി നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാന് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രം കൂടെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൻ്റെ പകുതി ഭാഗം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് ടൈം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് കുക്കായിട്ട് വരുമൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് അത്ര തന്നെ മതിയാകും ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ല് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയം നമ്മൾ അധികം സൈഡിലേക്ക് ആക്കുന്നില്ല, നടുഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള ബാറ്റർ ആദ്യം സൈഡ് ഭാഗത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നടുഭാഗം ഒന്ന് ഫില്ലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തൊട്ട് നോക്കുന്ന സമയം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിലേക്ക് ഇത്തിരി നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അധിക സമയമൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോകും. അതുകൊണ്ട് 2 മിനിറ്റോളം ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തിരി ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്തി വെച്ച് കൊടുക്കേ വേണ്ടൂ, അപ്പോൾ തന്നെ ഇതേ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്